ഈ മനസ്സ് നിറയെ ഇപ്പൊ പകയാണ്, പ്രതികാരമാണ്. ഇവ രണ്ടും കാരണം ഒരു അന്ധയായി പോയിരിക്കുന്നു നിങ്ങളിപ്പോ. ഗൗതം, ഇനി ഈ മനസ്സിൽ നിന്ന് ഞാനൊരു അനുകമ്പയോ ദയോ പ്രതീക്ഷിക്കുന്നില്ല, നന്മയും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഒന്ന് ഞാൻ തീർത്തു പറയാം. നാളെ ശിവാനിയുടെ കഴുത്തിൽ പ്രണവ് താലി കെട്ടിയാൽ പിന്നെ ഞാൻ നിങ്ങളുടെ മകനല്ല. പിന്നെ എനിക്ക് ഈ മുഖം പോലും കാണണ്ട. ഞാൻ നോക്കുകയില്ല. ഓർത്തോ? സന്തോഷായോ? മനസ്സ് നിറഞ്ഞു കാണുമല്ലോ ഇപ്പോ. മറ്റുള്ളവരെ തകർത്തിട്ടായാലും ജയിച്ചാ മതിയല്ലോ നിനക്ക്. അമ്മയെന്ന് വിളിച്ച് ഈ സാരിത്തുമ്പി തൂങ്ങിയ അവൻ നടന്നിട്ടുള്ളത്. എന്റെ ഗൗതം, ആ കുഞ്ഞിനെ വസു നീ ചതിച്ചത്, അവനെ നീ വേദനിപ്പിച്ചത്. അവന്റെ കണ്ണുകളാ നീ ഇപ്പൊ നിറയിച്ചത്. ഞാൻ മനസ്സ് തട്ടി പറയുക, ഇതിന്റെ പാപം ഈ ജന്മം നിന്നെ വിട്ടു പോവില്ല വസു. നിനക്ക് നിധി ഇഷ്ടമല്ലെന്ന് പറയാൻ നിന്റേതായ കുറെ കാരണങ്ങൾ കാണും. പക്ഷേ ആ ശിവാനെ ഇഷ്ടപ്പെടാനുള്ള ഒരു ഗുണമെങ്കിലും പറയാൻ പറ്റുമോ വസു നിനക്ക്? എന്നും എല്ലാവരുടെയും മുന്നിൽ ജയിച്ച് തലയുയർത്തി മാത്രം നിന്നിട്ടുള്ളവളാണ് നീ. പക്ഷേ ഇന്ന് നിനക്കോടെ വായി തുറക്കാൻ പറ്റാത്ത ഗതികേടിലായെങ്കിൽ അതിന് കാരണക്കാരി നീ മാത്രമാണ് വസു. എടീ, ഒരു കുടുംബത്തെ മുഴുവൻ എനിക്കെതിരാക്കിയപ്പോ നിനക്ക് സമാധാനമായോടി? നാളെ ഞാൻ പ്രണവിനെ കൊണ്ട് ശിവാനിയുടെ കഴുത്തിൽ താലി കെട്ടിക്കും. തോറ്റു പോകൂടി നീ. ഈശ്വരമംഗലം വീടിന്റെ മരുമകളായി നാളെ ശിവാനി ഈ വീട്ടിലേക്ക് കയറി വരും. ഒരുങ്ങിയിരുന്നോ? നീ വേണം ആരതി ഒഴിഞ്ഞ അവളെ ഈ വീട്ടിലേക്ക് കയറ്റാൻ. ഇതുറപ്പായും നടന്നിരിക്കും. നടക്കില്ല ആന്റി. ഇപ്പൊ എല്ലാവരുടെ മുൻപില് ആന്റിയുടെയും മുഖം മൂടി അഴിഞ്ഞു വീണ് കഴിഞ്ഞു. നാളെ പ്രണവിന്റെയും ശിവാനിയുടെയും വിവാഹം നടത്താനാവാതെ നാണം കെട്ട് നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കും. ഞാനും ഗൗതവും ജീവനോടെ ഉണ്ടെങ്കിൽ ആ വിവാഹം നടക്കില്ല. പ്രണവിനെ തനിച്ച് തന്നെ ഈ വീട്ടിലോട്ട് തിരിച്ചു കൊണ്ടുവരും. ഒരു പക്ഷേ നിന്റെ ഈ വെല്ലുവിളി നടന്നില്ലെങ്കിലോ? പ്രണവിന്റെയും ശിവാനിയുടെയും വിവാഹം നടന്നാൽ നീ വേണം ശിവാനിയെ ആരതി ഒഴിഞ്ഞ് ഈ വീട്ടിലേക്ക് കയറ്റാൻ. എന്താ, ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ നീ തയ്യാറാണോ? വലിയ ഉറപ്പ് പറഞ്ഞതല്ലേ? എന്താ വെല്ലുവിളി ഏറ്റെടുക്കാനൊരു ബുദ്ധിമുട്ട്? ഓ, അപ്പോ ഉറപ്പില്ല അല്ലേ? ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുന്നു. പ്രണവ് ശിവാനിയുടെ കഴുത്തിൽ താലി കെട്ടിയാൽ, അവരുടെ വിവാഹം നടന്നാൽ, അതിനുശേഷം പ്രണവും ശിവാനിയും ഒരുമിച്ച് ഈ ഈശ്വരമംഗലം വീടിന്റെ മുറ്റത്ത് വന്നാൽ അവരെ ആരതി ഒഴിഞ്ഞ് ഞാൻ ഈ വീട്ടിലേക്ക് കയറ്റും.